സൈക്കോളജിസ്റ്റായ ജോൺ മാത്യുവിൻ്റെ അടുത്ത് ഒരു ദിവസം എബിൻ എന്നൊരു പയ്യൻ വന്നു. അവൻ എന്തൊക്കെയോ കഥകൾ അയാളോട് പറയാനുണ്ടായിരുന്നു. കഥകളല്ല, അവൻ്റെ അനുഭവങ്ങൾ. അവൻ ജോണിൻ്റെ കൺസൾട്ടിംഗ് മുറിയിൽ കയറി. സാർ, പറഞ്ഞോളൂ എബിൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, 1 വർഷം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി വളരെ വൈകി ഒരു കോൾ വന്നു. 1-2 തവണ റിങ് ചെയ്തപ്പോൾ ഞാൻ എടുത്തു. അമയായിരുന്നു അത്. എൻ്റെ നാട്ടിലെ പെൺകുട്ടിയാണ്, മംഗലാപുരത്ത് പഠിക്കുന്നു. എന്താ ഈ സമയത്ത്? എൻ്റെ ചോദ്യത്തിന് അവൾ ഒന്നും പറയാതെ മൗനം പാലിച്ചു. ഞാൻ വീണ്ടും ചോദിച്ചു, എന്താ അമയ കാര്യം, പറയൂ. അവൾ കുറേ നേരം കരഞ്ഞു. ഞാൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി. ആരും കേൾക്കാതെ വീണ്ടും ചോദിച്ചു, എന്താടി കാര്യം? കരയാതെ കാര്യം പറയൂ. എബിൻ ചേട്ടാ, 1 മാസം മുൻപ് നാട്ടിലെ ഒരാൾ മംഗലാപുരത്ത് വെച്ച് ട്രെയിൻ തട്ടി മരിച്ചതായി ഓർക്കുന്നുണ്ടോ? യെസ്, ഓർക്കുന്നുണ്ട്. ഒരു അവിനാശല്ലേ, നമ്മുടെ ചേലമ്പുറത്തെ സുകുമാരൻ മാഷിൻ്റെ മകൻ? അതെ, അത് തന്നെ. എൻ്റെ മുന്നിൽ വെച്ചാണ് ട്രെയിൻ തട്ടി മരിച്ചത്. മരിച്ചു കിടന്ന അവിനാശിൻ്റെ അരികിലേക്ക് കൂട്ടുകാരികൾക്കൊപ്പം ഞാനും ഓടിയിരുന്നു. ട്രെയിൻ തട്ടി തെറിപ്പിച്ച് ചോര വാർന്നു കിടക്കുന്ന അവൻ്റെ കൈവിരലുകൾ മരണത്തിന് ശേഷവും അറിയാതെ ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ആരോടും പറയാത്ത കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. എബിൻ ചേട്ടൻ കേൾക്കണം. പറയൂ. ചേട്ടന് ഉറക്കം വരുന്നുണ്ടോ? ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഇല്ല, പറഞ്ഞോളൂ. എന്നിട്ട്? ഞാനും അവിനാശും മംഗലാപുരത്ത് അടുത്തടുത്ത കോളേജിലായിരുന്നു പഠിച്ചത്. ഒരേ നാട്ടുകാർ ആണെന്ന പരിചയത്തിനപ്പുറം എന്നോ നമ്മൾ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലായി. പക്ഷെ ആ പ്രണയം നാട്ടിലെ ആർക്കും അറിയില്ല. നാട്ടിൽ ഞങ്ങൾ 2 പേരും അപരിചിതരെ പോലെ ആയിരുന്നു പെരുമാറിയത്. മംഗലാപുരത്ത് ഞങ്ങൾ എന്നും കാണാറുണ്ട്, പുറത്തൊക്കെ പോവാറുണ്ട്. മരിക്കുന്നതിന് 1 മാസം മുൻപ് അവനിൽ ചില മാറ്റങ്ങൾ ഞാൻ കണ്ടു. ഞാൻ മാത്രമല്ല, അവൻ്റെ ഫ്രണ്ട്സിനും തോന്നി. ആരോടും മിണ്ടാറില്ല, എന്നോട് തന്നെ അധിക നേരം സംസാരിക്കില്ല. ഇടയ്ക്കിടെ ഒറ്റയ്ക്കിരുന്ന് കരയും. ചോദിച്ചിട്ട് അവനൊന്നും പറയാറുമില്ലായിരുന്നു. അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? വീട്ടിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഒരു ദിവസം രാത്രി ഹോസ്റ്റലിലെ ബാത്റൂമിൽ വെച്ച് അവൻ എന്തോ കണ്ട് പേടിച്ച് നിലവിളിച്ചു. അതിനുശേഷമാണ് അവൻ ഇങ്ങനെ ആയത്. അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതാണ്. ഹോസ്റ്റലിലെ ബാത്റൂമിൽ കയറിയപ്പോൾ ചോരയാണ് കണ്ടത്, പിന്നെ ഒരാളുടെ ശരീരാവശിഷ്ടങ്ങളും. അന്ന് ആ റൂം പൂട്ടി എല്ലാവരും പുറത്തിറങ്ങി. പിറ്റേ ദിവസം തുറന്നു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അവൻ്റെ റൂംമേറ്റ്സായ 3 പേർ തമിഴ്നാട്ടിലുള്ളവരും കർണാടകയിലുള്ളവരും ആയിരുന്നു. അവർ അന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങി. പിന്നെ അവരെക്കുറിച്ച് ഒരറിവുമില്ല. അവൻ മാത്രം അവിടെ ആ മുറിയിൽ ഒറ്റയ്ക്ക് നിന്ന് പഠിച്ചു. എത്ര തവണ അവനോട് മാറാൻ പറഞ്ഞിട്ടും അവൻ മാറി താമസിച്ചില്ല. മരിക്കുന്നതിൻ്റെ തലേ ദിവസം അവൻ കുറേ നേരം എന്നോട് സംസാരിച്ചിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം അന്നാണ് അവൻ കുറേ സംസാരിച്ചത്. പിന്നീട് കണ്ടത് ട്രെയിൻ തട്ടി മരിച്ചു കിടക്കുന്നതാണ്. മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ തുറന്നിരുന്ന കണ്ണിൽ ഞാൻ കണ്ടു ഭയം, ദയ, സഹതാപം എല്ലാം. പിന്നെ പറയാതെ അവൻ്റെ ചുണ്ടുകൾ മാപ്പ് പറയുന്നത് പോലെ എനിക്ക് തോന്നി. കൈവിരലുകൾ ആരെയോ വിളിക്കുന്നത് പോലെയും. ഹലോ ഹലോ അമ്മയാ. പിന്നെ ഒന്നും കേൾക്കാതായപ്പോൾ ഞാൻ ഫോൺ നോക്കി. സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. ഫുൾ ചാർജ് ഉണ്ടായിരുന്ന ഫോണാണല്ലോ. പിന്നെ എന്തു പറ്റി? ഞാൻ കുറേ ശ്രമിച്ചു, ഓണായില്ല. ഫ്രണ്ട്സിനെ വിളിച്ചുണർത്തി ചാർജർ വാങ്ങി ചാർജ് ചെയ്തു. അപ്പോഴേക്കും കറണ്ട് പോയി. നല്ല ഇരുട്ട്. ഞാൻ അകത്ത് പോയി കിടന്നു. പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി. അതിരാവിലെ അഭിയുടെ കോൾ. നീ എന്താടാ ഫോൺ എടുക്കാത്തത്? കുറേ നേരമായല്ലോ വിളിക്കുന്നത്. എടാ കേട്ടില്ലടാ. എന്താ നീ ഇത്ര രാവിലെ? എടാ, നമ്മുടെ മീത്തലെ പീടികയിലെ വേണുവേട്ടൻ്റെ മകളില്ലേ അമയ, അവൾ ആത്മഹത്യ ചെയ്തു. എന്ത്? ഒരു ഞെട്ടലോടെയാണ് ഞാൻ അത് കേട്ടത്. എടാ, എപ്പോഴാണ് ആത്മഹത്യ ചെയ്തത്? ഇന്ന് പുലർച്ചെയാണോ? അഭി പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ബെഡിൽ ഇരുന്നു പോയി. ഇന്നോ? ഇന്നല്ലടാ, ഇന്നലെ രാവിലെ ആത്മഹത്യ ചെയ്തു. ഇന്നലെ രാത്രി 10 മണിക്ക് ബോഡി നാട്ടിലെത്തി. ഞാൻ അവിടെ ഓരോ തിരക്കിലായിപ്പോയി. രാത്രി നിന്നെ വിളിച്ചു പറയാൻ പറ്റിയില്ല. ഇന്ന് 8 മണിക്ക് സംസ്കരിക്കും. എന്താടാ ചെയ്യുക, ചെറിയ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ ചെയ്താൽ? അപ്പോൾ ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞ് എന്നെ വിളിച്ചതാര്? ഞാൻ അഭിയുടെ ഫോൺ കട്ട് ചെയ്തപ്പോൾ കോൾ ലിസ്റ്റ് നോക്കി. നമ്പർ മാഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ഞാൻ കേട്ട കഥകളൊക്കെയോ?